കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എണ്ണയിൽ മുക്കി പൊരിച്ച പലഹാരങ്ങൾ കൊടുക്കാൻ മടിയുള്ള ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 3 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ടാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് ഫൈൻ പേസ്റ്റ് ഒന്നാക്കി നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടി, 1/2 ടീസ്പൂൺ പാഴ്സ്ലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഹെർബ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതേപോലെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം. ഉപ്പ് അല്ലെങ്കിൽ എരിവ് അല്ലെങ്കിൽ ഏതെങ്കിലും മസാലയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2-3 തുള്ളി ഓയിൽ കൂടി ചേർത്ത് ഒന്ന് കൂട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്തൊരു പരുവത്തിൽ ഈ ഒരു മിക്സ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിന് നമുക്ക് ഒന്നുകിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഏതെങ്കിലും സർഫസ്, അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡ്, അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് 2-3 തുള്ളി ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അതേപോലെ നമ്മൾ പരത്താൻ ഉപയോഗിക്കുന്ന കോല് അഥവാ റോളിംഗ് പിന്നിലും കുറച്ച് ഓയിൽ നമുക്കൊന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് അതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശ്രദ്ധിച്ച് പൊട്ടാതെ ഇതൊന്ന് പരത്തി കൊടുക്കണം. എല്ലാ വശവും ഒരേ കനത്തിൽ വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടി കൂട്ടേണ്ട ആവശ്യമില്ല, അതുപോലെ ഒരുപാട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സൈഡ്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, അപ്പോൾ നമ്മൾ എത്രത്തോളം വലുപ്പത്തിൽ പരത്തിയിട്ടുണ്ടോ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. എപ്പോഴും തന്നെ കട്ടി ഒരുപാട് കൂട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ കുറച്ച് ബ്രെഡ് ക്രംസ് മാത്രം എടുക്കുക. അതിൽ ജസ്റ്റ് നമുക്കൊന്ന് കോട്ട് ചെയ്തിട്ടൊന്ന് എടുക്കാം. എല്ലാ വശവും ഒരേപോലെ നമുക്കൊന്ന് കോട്ട് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഈ ഒരു സ്നാക്കിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സിപ്ലോക്ക് ബാഗ്സിലാക്കിയിട്ട് ഇടയിൽ പാർച്ച്മെന്റ് പേപ്പർ വെച്ചിട്ട് ഫ്രീസറിൽ വേണമെങ്കിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഡീപ് ഫ്രൈ ഒന്നുമില്ല ചെയ്തെടുക്കുന്നത്, ഷാലോ ഫ്രൈ ആണ്. ഒരു പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക്, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടുള്ള സ്നാക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 വശവും ഒരേപോലെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് മൊരിച്ചെടുക്കാം. നന്നായിട്ട് ക്രിസ്പായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്നാക്കും വറുത്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രിൽഡ് പൊട്ടറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി തന്നെ മയണൈസ് അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുന്ന് വെച്ച കിടിലൻ സ്നാക്കാണ്. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.